ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ക്രീമി ചിക്കൻ വീട്ടിലുണ്ടാക്കിയാലോ. അതിനായി ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതിന് ശേഷം ഒരു കുക്കർ അടുപ്പയിൽ വെച്ചു. അതിനകത്തേക്ക് 1 കുടം വെളുത്തുള്ളി നുറുക്കിയതും 3 സവാള നുറുക്കിയതും ഇട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലിട്ട് നല്ലവണ്ണം വഴറ്റി. അത് വഴന്ന് വരുന്ന ടൈമിന് നമ്മൾക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ, ഞാനൊരൽപ്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് ഈ സവാളയിലേക്കും എണ്ണയിലേക്കും ഇട്ട് അതൊന്ന് 5 മിനിറ്റ് ആ എണ്ണയിലേക്കൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റിക്കഴിയും. അതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും പൗഡറും ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് 1 നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചു, ഒരു കപ്പ് ചെറിയ കപ്പ് വെള്ളവും ഒഴിച്ചു, 1/2 കപ്പ് തൈരും ഒഴിച്ചു. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കസൂരി മെത്തി ഇടാം. കസൂരി മെത്തി എന്ന് പറഞ്ഞാൽ ഉണക്ക ഉലുവയില്ല, അത് നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് 1 പിടി കസൂരി മെത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ചെറിയ പിടി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതും ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അതിൽ കൂടുതലിടാം, അത്രയൊക്കെ മതിയായി. ഞാൻ ഒത്തിരി തിക്കായിട്ടല്ല എടുത്തേക്കുന്നത്, അല്പം ഗ്രേവി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ ഒഴിക്കാം കേട്ടോ, വെളിച്ചെണ്ണയോ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും 1 തണ്ട് വേപ്പിലയും ഇട്ട് അത് നന്നായിരുന്നു പൊട്ടിയതിന് ശേഷം അത് നമുക്ക് ഈ റെഡിയായ കറിയിലേക്ക്, ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനകത്തുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയാൽ ഇനി ഇടുന്ന എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.